ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും കരുണ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. പൊന്ന് രാജാവിൻ്റെ രാജത്വത്തെ പ്രതിനിധീകരിക്കുന്നു. കുന്തിരുക്കം ദൈവമുമ്പാകെയുള്ള സൗരഭ്യവാസനയായ ആരാധനയെ പ്രതിനിധാനം ചെയ്യുന്നു. കിഴക്കുനിന്ന് വന്ന വിദ്വാൻമാർ ശിശുവിനെ കണ്ട് വീണ് നമസ്കരിച്ച് കൊണ്ടുവന്ന പൊന്നും കുന്തിരുക്കവും കൂടാതെ മൂരും അവന് കാഴ്ചവെച്ചു. മൂര് കൈപ്പേറിയ ഒന്നാണ്. ഇത് സങ്കടത്തെയും വേദനയെയും കാണിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് സർവ്വമാനവരാശിയുടെയും പാപഭാരം സ്വയം ഏറ്റെടുത്ത് അവരുടെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ നമ്മുടെ കഷ്ടങ്ങളെ ക്രൂശിൽ വഹിക്കുകയായിരുന്നു. ക്രൂശിൽ നമ്മുടെ മരണം അവൻ സഹിച്ചു. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കയ്പ് നമ്മിൽ നിന്നും അകറ്റി. അവനിൽ വിശ്വസിക്കുന്നവർ പാപക്ഷമ പ്രാപിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു. രക്ഷയുടെ സന്തോഷം കർത്താവായ യേശുക്രിസ്തുവിലൂടെ അവൻ അനുഭവിക്കുന്നു. ഈ യേശു കർത്താവിൽ നിങ്ങളും വിശ്വാസമർപ്പിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.